മൃദംഗത്തിന്റെ നാദത്തിൽ ജനിച്ച ദേവി. കണ്ണൂരിലെ മുഴക്കുന്ന് പച്ചപ്പും നിശബ്ദതയും നിറഞ്ഞൊരു ഗ്രാമം. എന്നാൽ ഈ ഗ്രാമത്തിന്റെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു ക്ഷേത്രം മാത്രമല്ല. പുരാണങ്ങൾ പറയുന്നത് കേരള ഭൂമി സൃഷ്ടിച്ച പരശുരാമൻ സ്ഥാപിച്ച 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ സന്നിധി എന്നാണ്. മൃദംഗശൈലേശ്വരി പരമേശ്വരി, മൃദംഗശൈലേശ്വരി പരമേശ്വരി, ഹൃദന്ത പത്മത്തിൽ ഉണരൂണരൂ, ഹൃദന്ത പത്മത്തിൽ ഉണരൂണരൂ, മൃദംഗശൈലേശ്വരി പരമേശ്വരി. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദേവിയുടെ അവതാരത്തെക്കുറിച്ചുള്ള വിശ്വാസമാണ്. പരശുരാമന്റെ പ്രാർത്ഥന സ്വീകരിച്ച് ദേവി ഒരു മൃദംഗത്തിന്റെ രൂപത്തിൽ ഈ മലമുകളിലേക്ക് അവതരിച്ചുവെന്നാണ് വിശ്വാസം. ആ മൃദംഗം ഭൂമിയിൽ പതിച്ചപ്പോൾ മലയും വനവും പ്രകമ്പനം കൊള്ളിച്ച ഒരു മഹാനാദം ഉയർന്നു. ആ നാദത്തിന്റെ ഓർമ്മയാണ് ഇന്നത്തെ മുഴക്കുന്ന്. ഇവിടെ ഭഗവതി, മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, എങ്ങനെ ഭക്തൻ ഏത് രൂപത്തിൽ പ്രാർത്ഥിക്കുന്നുവോ ആ ഭാവത്തിൽ ഭഗവതി അനുഗ്രഹം ചൊരിയുന്നു. ദേവി വിഗ്രഹം, പഞ്ചലോഹ വിഗ്രഹം പൂർണ്ണ രൂപത്തിൽ നിൽക്കുന്നു. ശംഖുചക്രം സകടിബന്ധായിട്ടും വലത്തെ കൈയിൽ താമരപ്പൂവായി പിടിച്ചു നിൽക്കുന്ന ഭാവത്തിൽ ഭക്തർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ട് ദേവി കുടികൊള്ളുന്നു. ഇവിടെ ഏതൊരു ഭക്തനും ഒരു നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ സാധ്യമാകുന്ന അത് ഇവിടെ ദേവി അനുഗ്രഹം ചൊരിയുന്ന ആ പ്രകൃതിയുടെ ഒരു ശക്തി, ഇവിടെ കടാക്ഷം ആ കാലം തെളിയിക്കുന്നതാണ്. അപ്പോൾ കാളിയുടെ ആ സകല എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ട് ഭഗവതിയുടെ ഭക്തർക്ക് നേരിട്ട് അനുഗ്രഹം ചൊരിയാൻ, പ്രത്യക്ഷത്തിൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഒരു നെയ്വിളക്ക് ഏന്തി അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, സങ്കടങ്ങൾ എന്താണോ അത് സമർപ്പിക്കുമ്പോൾ അത് സഫലീകരിച്ച് പൂർത്തീകരിച്ച് ഭഗവതി അനുഗ്രഹം ചൊരിഞ്ഞതിൻ്റെ ആ ഒരു അനുഗ്രഹം എല്ലാവരിലും എത്തുന്നു. അങ്ങനെ മൃദംഗത്തിന്റെ രൂപത്തിൽ മലമുകളിൽ പ്രത്യക്ഷപ്പെട്ട ദേവി മൃദംഗ ശൈലേശ്വരിയായി ആരാധിക്കപ്പെട്ടു. ഇന്നും ആ ദൈവിക മൃദംഗനാദം ഭക്തരുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു.